കത്തികളുടെ മൂർച്ച എന്ന് പറയാൻ തൽക്കാലം ഞാൻ കാണിച്ചു തരാം. അതെ, അതിന്റെ വാത്തല ഒന്നും പോയിട്ടില്ല അല്ലേ? ഒന്നും ആണെങ്കില്ല, കുറച്ചുപോലും ഉണ്ടായിട്ടില്ല. ഒരു തവണ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അവിടെ നന്നായി ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ രണ്ടാം പ്രാവശ്യം ഇപ്പൊ വാങ്ങിച്ചോണ്ട് അരത്തിന്റെ കത്തിയിലെ ഏറ്റവും വലുത് ഹെവി എന്ന് പറയുന്നത് ഇതാണുള്ളത്. ഇതാണ് ഇതിന്റെ കനം കൊണ്ട് ഈ അരി മറ്റുള്ള അരങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധാരണയായിട്ട് എപ്പോഴും കിട്ടാവുന്നതാണ്. പക്ഷെ ഇത് റയർ പീസാണ്. 12,000 രൂപ അല്ല, അത് കാണുമ്പോൾ അതിനാൽ അതുണ്ട്. ഇതൊക്കെ ഒരു 500 വർഷം കഴിഞ്ഞാലും പോകത്തില്ല. അതെ, അത്രയ്ക്ക് തിക്നെസ്സും കാര്യങ്ങളും ഉണ്ട്. രുദ്രാക്ഷത്തിന്റെ പിടി വരുന്നത് പിടിയാണ്. ബ്ലേഡ് കൊണ്ട് അരത്തിൻ്റെയാണ്. തൊഴിൽ മായം ചേർത്തില്ല. അല്ല, തൊഴിൽ മായം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. അല്ല, അത് ഒരിക്കലും ഇല്ല. എൻ്റെ പേര് രാമേന്ദ്രനാണ്. പാലക്കാട് ജില്ലയിൽ പല്ലസന എന്ന് പറഞ്ഞ ഈ വില്ലേജിലെ ആണ് എൻ്റെ വീടും എൻ്റെ ഷോപ്പും എൻ്റെ പണിസ്ഥാപനവും എല്ലാം തൊട്ടുള്ള പരിപാടി. അതായത് വില്ലേജ് ഓഫീസിന് തൊട്ട് മുമ്പിൽ ഷോപ്പും വില്ലേജ് ഓഫീസിന് തൊട്ട് പുറകിൽ ഞങ്ങളുടെ പണിസ്ഥാപനം കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഈ പണ്ട് മുതൽ പാരമ്പര്യമായിട്ട് അച്ഛൻ മുത്തച്ഛന്മാരായിട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യ തൊഴിൽ കൂടിയാണത്. കത്തി നിർമ്മാണമാണ്. കത്തി നിർമ്മാണം, കത്തി മറ്റു അടുക്കള ഉപകരണങ്ങളോ മറ്റു ഇങ്ങനെ ചെറുകിട കാർഷിക ഉപകരണങ്ങളൊക്കെയാണ് ഞങ്ങളുടെ. മുമ്പ് കാലങ്ങളിൽ ഞങ്ങൾ ഈ സർക്കാരും മറ്റ് മനോരമ, മാതൃഭൂമി, ഈ മറ്റ് പ്രൈവറ്റ് പാർട്ടികളൊക്കെ നടത്തുന്ന എക്സിബിഷൻ പരിപാടികളിൽ പോയിക്കൊണ്ട് ഒരു 37 വർഷം എക്സിബിഷൻ പീരീഡിൽ പോയിട്ടുള്ളായിരുന്നു. ഈ പൂരം എക്സിബിഷൻ, മനോരമ, മാതൃഭൂമി, കാർഷിക മേള അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെ പരിപാടികളൊക്കെ നിന്നപ്പോൾ ഡൗൺ ആയപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഓൺലൈനിലായിട്ടുള്ള രീതിയിൽ സംവിധാനം തുടങ്ങി. അത് ഒരുവിധം ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടു അല്ലേ. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ നമ്മുടെ ഇന്ത്യയിലകത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾക്ക് നേരിട്ട് അയച്ചു കൊടുക്കാനുള്ള കഴിയും. അപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്നത് എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ വില്ലേജ്, അതായത് ഞങ്ങളുടെ ലാൻഡ് മാർക്ക് പറയുന്നത് പല്ലസന വില്ലേജ് ഓഫീസാണ്. ഈ കാണുന്ന സ്ഥാപനം പല്ലസന വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഷോപ്പും പല്ലസന വില്ലേജ് ഓഫീസിന് തൊട്ട് പുറകിൽ ഞങ്ങളുടെ വീടും പണിസ്ഥാപനം അങ്ങനെയാണ്. നമ്മളെ കത്തികൾ എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആവാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്യുന്ന ഒരു തൊഴിലാണത്. ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് നല്ല രീതിക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. ആ ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട്. ആ വിശ്വാസത്തിന് കളങ്കപ്പെടുത്താത്ത ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു നല്ല കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു പേരുണ്ടാവുക. ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെടുത്ത് വരിക. പിന്നെ ഞാൻ ഒരു അല്പം പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉപകരണങ്ങൾക്ക് എല്ലാം ജനങ്ങൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളതുള്ള ജനങ്ങളുടെ പ്രതികരണം ഇങ്ങോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ? ഞങ്ങൾ കൂടുതലായിട്ടും എല്ലാം, അതായത് ഈ സ്വാമിൽ നിന്ന് കിട്ടുന്ന അറക്കവാളുണ്ടല്ലോ, ഈ അറക്കവാളിൽ ചെറിയ പച്ചക്കറി അരിയാവുന്ന ചെറിയ കത്തി, അത് ഒരു മീഡിയം വിലയ്ക്കുള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ പിന്നെ വണ്ടിയുടെ ലീഫ്, അത് ഈ ഓട്ടോൻ്റെ ലീഫ് ഉണ്ടല്ലോ, സ്പ്രിംഗ് ലീഫ്, അതിൽ കറിക്കത്തികളും മറ്റുള്ള മീനരികളുള്ള ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം പിന്നെ വെയിറ്റ് കൂടിയത് പറയുന്നത് ഈ ഇറച്ചി വെട്ടാനും പിന്നെ നമുക്ക് മരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും വെട്ടാനും അങ്ങനെയുള്ള നാളികേരം വെട്ടിയെടുക്കാനും അങ്ങനെയുള്ള ഐറ്റങ്ങൾ വലിയ ലീഫിൻ്റെ, അതായത് വണ്ടിയുടെ ലോറിയുടെ ബസ്സിൻ്റെയൊക്കെ ലീഫിൻ്റെ കനംകൂടി ലീഫിലാണ് അത് അടിച്ചുണ്ടാക്കുന്നത്. അത് അടിച്ചുണ്ടാക്കി എല്ലാം പാകപ്പെടുത്തി എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടെമ്പറിങ് ചെയ്യുന്നത് ഓയിൽ ടെമ്പറിങ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിക്ക് അതിൻ്റെ മൂർച്ചയും കാര്യങ്ങളും ഈടും നിൽക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ വാട്ടർ ടെമ്പർ ചെയ്യണേക്കാളും നല്ലതാണ് ഓയിൽ ടെമ്പറിങ് അല്ല, അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ കത്തികൾ ഈ പുറത്ത് ഈ ചാണകി കൊടുക്കാനോ ഗ്രൈൻഡിങ് വീലിൽ കൊടുക്കാനും പാടില്ല. ചെയ്യേണ്ടത് ജനങ്ങൾക്ക് കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ അല്പം എന്തെങ്കിലും മൂർച്ച കുറവ് വരും. ആ വരുന്ന സമയത്ത് ഒരു പലകയുടെ കഷ്ണത്തിനെടുത്തിട്ട് അല്പം പാറപ്പൊടിയോ ജൻസാനിലോ ഈ മണലോ പിന്നെ ഈ വെള്ളാരങ്കൽ പൊടി, ഇതാണ് വേണ്ടത്. ഇത് ഇട്ടിട്ട് ഏതെങ്കിലും ഒന്ന് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ബ്ലേഡുമാരുള്ള മൂർച്ച അങ്ങനെ എത്ര കാലം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അത്ര കാലം അത്. നമുക്കൊരു ലൈഫ് പറയുകയാണെങ്കിൽ എത്ര വർഷത്തോളം ഒരു നല്ല മൂർച്ചയിൽ നമുക്ക് നിലനിന്ന് പോകും? അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് നേരെ കത്തികളും കുറച്ച് പ്രൈസും എല്ലാം പറഞ്ഞുതരാം. വാളിൻ്റെ കത്തി എന്ന് പറയണത് ഈ കാണുന്നതാ, ഇതാണ് ഈ വാളിൻ്റെ കത്തിയാണ്. അതായത് ഈ കാണുന്ന ലൈൻ കംപ്ലീറ്റ്, താഴെയുള്ള ലെയർ കംപ്ലീറ്റ് വാളിൻ്റെ അറക്കവാളിൻ്റെ കത്തികളാണ്. ഇത് വെയിറ്റ് ഉണ്ടാവില്ല. നീളത്തിലും വലുപ്പത്തിലും വീതിയിലൊക്കെ കൂട്ടാനേ കഴിയുള്ളൂ. കനത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കനം തന്നെയാണ്. ആ വാളിൻ്റെ കനം യഥാർത്ഥ കനമാണ്. അപ്പോൾ പക്ഷേ അരി നന്നായിരിക്കും. കനം കുറഞ്ഞ് പച്ചക്കറിയും മറ്റുള്ള മീനൊക്കെ അരി നന്നായിരിക്കും. നല്ല മൂർച്ചയും കിട്ടും. തേച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂർച്ചയാക്കാവുന്നതാണ്. അതുകൂടാതെ
ഈ ഓട്ടോൻ്റെ ലീഫിൽ അടിച്ചുണ്ടാക്കുന്ന കത്തികളാണ് ഈ കാണുന്ന ഇവിടുന്ന് കാണുന്ന ഉരുക്കിൻ്റെ കത്തി എന്ന് പറയും. രണ്ടാമത്തെ ലൈനിൽ രണ്ടാമത്തെ ലൈനിൽ ഇവിടെ നിങ്ങളുള്ളൊക്കെ ഉരുക്കിൻ്റെ കത്തികളാണ്. അതിൽ പല കനത്തിലും അത് നമ്മുടെ ആവശ്യപ്രകാരം കനത്തിൽ അടിച്ചെടുക്കാവുന്നതാണ്. കമ്മിയായിട്ട് എടുക്കാം, കൂടുതലായിട്ട് എടുക്കാം. അത് ഇറച്ചി മീൻ കരിയാനും അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ അതുകൂടാതെ വന്നിട്ട് ഈ വലിയ ലീഫിൻ്റെയാണ്, അതായത് വണ്ടിയുടെ ലോറടി ബസ്സിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫിൻ്റെയാണ് ഈ വെട്ടുകത്തി, ഇതേമാതിരി വെട്ടുകത്തി, ഈ ചോപ്പർ, ഇറച്ചി മീനൊക്കെ വെട്ടാനുള്ള ചോപ്പർ, അതില്ലേ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഈ മുകളിൽ കാണുന്ന അതെല്ലാമാണ്. പിന്നെ അത് കൂടാതെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഐറ്റം വന്നിട്ട് ഈ അരത്തിലുണ്ടാക്കുന്ന കത്തിയാണ്. അരം ഫയൽ നമ്മൾ വീട്ടിൽ പണിയാൻ ഉപയോഗിക്കുന്നത് അരവാണ്. ഞങ്ങൾക്ക് ഇരുമ്പ് മറ്റുള്ളതൊക്കെ രാഗി എടുക്കണമെങ്കിൽ അരം തന്നെ വേണം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ പണി ചെയ്യുക. ആ അരത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന കത്തിയാണ് ഈ കാണുന്ന ചെറുത്. ഏറ്റവും ചെറുതാണ് ഇത് ഈ കാണുന്നത്, ഇത് ഏറ്റവും ചെറുത്. അതിന് കൂടാതെ അങ്ങനെ വന്ന് അതിൻ്റെ കനത്തിലും വലുപ്പത്തിലുള്ള വ്യത്യാസത്തിൽ ഒരു 16 ഐറ്റം അരത്തിൻ്റെ കത്തി ഇപ്പം നോർമലി ആയിട്ട് ചെയ്യുന്ന ഐറ്റങ്ങൾ 16 ഐറ്റോളം ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലുത് പറയുന്നതാണ്. ഇതൊക്കെ വലിയ മീനും മറ്റുള്ള ഇറച്ചിയൊക്കെ അരിയാനോ പിന്നെ ഈ ഇളനീര് കരിക്ക് ചെത്താനോ മറ്റുള്ള അങ്ങനെ വാഴ വെട്ടാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അരത്തിൻ്റെ വലുത്. ഈ അരത്തിൻ്റെ കത്തി വരുമ്പോൾ പ്രത്യേകത എന്താണ്? അതെന്തിട്ടാണ് അത് ഇത്തിരി കൂടുതൽ കാലം? അതായത് അത് കൂടുതൽ ടെമ്പറിങ് ഉള്ള സാധനമാണ് അരം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേണ്ട ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ടെമ്പർ കൊടുത്ത് അതിൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ ലാസ്റ്റ് ചെയ്യും. ഈ ഒരു അരത്തിൻ്റെ ഈ ഒരു ചെറിയ എത്തി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് കാലങ്ങളിൽ എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് പാലക്കാട് കോട്ട മൈതാനത്ത് ഒരു വ്യവസായ വകുപ്പിൻ്റെ പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു കത്തിയാണത്രേ. ഈ അടുത്ത കാലത്ത് 4-5 മാസം മുമ്പ് ഒരു പാർട്ടികൾ വന്ന് അവർ കത്തികളെല്ലാം വാങ്ങിച്ച ശേഷമാണ് ഈ ഒരു കത്തിയെടുത്ത് അവർ സെഞ്ചിൻ ബാഗിൽ നിന്നെടുത്ത് എൻ്റെ കൈ തന്നത്. അപ്പോൾ ഞാൻ അഴിച്ചു നോക്കുമ്പോൾ ഈ കത്തിയാണ്. സാർ ഇത് എൻ്റെ കത്തിയാണല്ലോ, അത് എവിടെ എന്താണ് സംഭവം ചോദിച്ചപ്പോൾ പണ്ട് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് പാലക്കാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ സത്യം തുറന്ന് പറഞ്ഞു, നിങ്ങളടുത്ത് വാങ്ങിച്ചിട്ട് 17 വർഷം കഴിഞ്ഞു. 17 വർഷം കഴിഞ്ഞാൽ ഈ കത്തി. ഞാൻ നോക്കുമ്പോൾ ഇനിയൊരു 10-15 വർഷം കഴിഞ്ഞാലും അതിലൊന്നും ആവില്ല എന്നുള്ളത് എനിക്കും പൂർണ്ണമായിട്ട് മനസ്സിലായി അല്ലേ. അതേമാതിരി തന്നെ ഞങ്ങളുടെ ടെമ്പറിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഈ ഉരുക്കിൻ്റെയും മറ്റുള്ളതൊക്കെ ആയതുകൊണ്ട് ഒക്കെ ഇരുമ്പിന് പോലും വെട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ കത്തിയിൽ ഇരുമ്പ് വേണമെങ്കിൽ മുറിക്കാം. അത് ഈ അരത്തിൻ്റെ കത്തിയിൽ മാത്രമാണോ? അല്ലല്ല, എല്ലാം മറ്റേ കനം കൂടി എല്ലാ കത്തിയിലും ചെയ്യാം. ലീഫിൻ്റെയും ചെയ്യാം, അരത്തിൻ്റെയും ചെയ്യാം. കാണിച്ചു തരാം. അതിപ്പോൾ ലീഫിൻ്റെ കത്തിയാണല്ലേ? ലീഫിൻ്റെയാണ്. അരത്തിൻ്റെ കാണിച്ചു തരാം. കട്ടായി വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. അല്ല, അതിൻ്റെ വേഗത്തിലേക്ക് യാതൊന്നും സംഭവിക്കില്ല. അത് കാരണം അത് എൻ്റെ കഴിവല്ല, ഈ സാധനം നല്ലതായതുകൊണ്ടാണ്. ലീഫ് അതിൻ്റെ ക്വാളിറ്റിയാണ്, അതിൽ വരുന്ന മാറ്റമാണ്. അല്ലാതെ എൻ്റെ ഒരു പ്രത്യേക കഴിവൊന്നുമല്ല, ഇത് നല്ലതാണ്. അപ്പോൾ അതേ മരത്തിൻ്റെ അരത്തിൻ്റെ ആണെങ്കിലും അതുപോലെ അതേ മരത്തിൻ്റെയാണ്. അതെ, അതിൻ്റെ വാത്തല ഒന്നും പോയിട്ടില്ല അല്ലേ? ഒന്നും കുറച്ച് പോലും ഉണ്ടായിട്ടില്ല. ഏത് കുഞ്ഞു കത്തിയായിരുന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാം. മൂർച്ച കിട്ടും, നല്ല മൂർച്ച കിട്ടും. ഇവിടുന്ന് സ്ഥിരം കത്തികൾ വാങ്ങുന്നതാണ്? വാങ്ങുന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടെ കത്തികൾ ഉപയോഗിച്ച്? നല്ല കത്തിയാണ്, നല്ല മൂർച്ചയുണ്ട്. നല്ല ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കത്തികൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, ഈട് നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ വീട്ടിലേക്കാണ് ഞാൻ ഇവിടെ വാങ്ങിക്കുന്നത് കൊണ്ട് ഒരു തവണ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അവിടെ നന്നായി ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ 2ാം പ്രാവശ്യം ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ കത്തികൾ സെലക്ട് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടുത്തെ കത്തികളിൽ സന്തോഷമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വില എങ്ങനെയുണ്ട്? വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന കുറവാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. കത്തികളുടെ മൂർച്ച എന്ന് പറയാൻ തൽക്കാലം ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട്. കാരണം ഇപ്പോൾ ഈ നമ്മുടെ കത്തികളൊക്കെ ഒന്ന് തേച്ച് ഉപയോഗിക്കണം, അതാണ് മൂർച്ച കൂടി വരിക. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് ഞാൻ തേച്ചാണ് ഇവിടെ.
തേച്ചാൽ ഇനിയും മൂർച്ച കൂടി വരും. മൂർച്ച കൂടും. എത്ര നമുക്ക് ബ്ലേഡ് പോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. ഈ കാണുന്നതെല്ലാം അരത്തിൻ്റെ കത്തിയാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഈ കാണുന്ന അരത്തിൻ്റെ ഏറ്റവും ചെറുതാണ് ഈ കുഞ്ഞു കത്തി. ഈ കുഞ്ഞു കത്തി അത് 100 രൂപ. നമുക്ക് ഈ ഒരു കുഞ്ഞു കത്തി അതിൽ തന്നെ 2-3 ഷേപ്പുകളുണ്ട് അല്ലേ? കാരണം മറ്റേ ജനങ്ങളുടെ ടേസ്റ്റ് പ്രത്യേകമാണ്. കാരണം ചില ആൾക്കാർക്ക് ഈ മുന പാടില്ല, ഈ അറ്റം കൊടുത്ത് പറ്റില്ല. ചില ആൾക്കാർക്ക് റൗണ്ട് വേണം, ചില ആൾക്കാർക്ക് എങ്ങനെ ഇതേമാതിരി ഈ ടേപ്പറായിട്ടുള്ളത് വേണം. അപ്പോൾ 2-3 സൈസിൽ ഞങ്ങൾ അത് ഉണ്ടാക്കും. നമുക്ക് ഈ അരത്തിന്റെ കത്തി ഇപ്പൊ കുഞ്ഞു കത്തി കാണിച്ചല്ലോ, ആ കുഞ്ഞു കത്തി നമുക്ക് തുടങ്ങുന്ന റേറ്റ് ഏതാണ്? 100 രൂപയാണ്. 100 രൂപ തൊട്ടാണ് നമുക്ക് കത്തികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പിന്നെ വാളിന്റെ ബ്ലേഡിന്റെ കത്തികളാകുമ്പോൾ കുറച്ച് 50 രൂപ മുതലൊക്കെ ഉണ്ട്. 50 രൂപ മുതൽ കത്തികളുണ്ട് അല്ലേ? 50, 60, 50, 60, 70, 80 അങ്ങനെ 120 വരെ വാളിന്റെ കത്തി. ഇപ്പോൾ 120 വരെയാണ് വാളിന്റെ കത്തി. പിന്നെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ആകുമ്പോൾ 200 വരെ ഉണ്ട്. ഇത് വാളിന്റെ ആണ്. വാളിന്റെ 200 വരെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പിന്നെ വർക്കിൻ്റെതിലും സ്പെഷ്യൽ ഐറ്റം മറ്റുള്ള ഒന്നുള്ളതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിലിത്തിരി വിലയിൽ അല്പം മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. കാരണം അതിൻ്റെ ആർട്ട് വർക്കോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടൊരു എക്സ്പെൻസ് അതിന് കൂടുതൽ വരും. അത്രേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ പറയണത് ഞങ്ങളുടെ ഈ ഗ്ലാസ്സിനകത്തുള്ള എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റങ്ങളാണ്. ഹാൻഡ് മെയ്ഡ് അത് എക്സ്പോർട്ടിങ് ക്വാളിറ്റി ലെവലിൽ വരുന്ന ഐറ്റങ്ങളാണ്. ആ കാണുന്നൊക്കെ ആ ഐറ്റങ്ങൾ കൂടുതൽ നാട്ടിലുള്ളവരും കൊണ്ടുപോകാറുണ്ട്. കൂടുതലും വിദേശങ്ങളിലേക്കാണ് പോകുന്നത്. അല്ലെ, വിദേശങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ നേരിൽ വന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞങ്ങളിവിടെ മറ്റേ അയച്ചു കൊടുക്കും. ഇവിടെയുള്ള ബന്ധുക്കളുടെ പേരിൽ അയച്ചു കൊടുക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കത്തികളാണ് എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. നമ്മളിവിടെ കാണിക്കുന്ന ഇപ്പോൾ ബ്ലേഡിലായിരുന്നാലും അരത്തിലായിരുന്നാലും ലീഫിലായിരുന്നാലും കത്തികൾ ഏതായിരുന്നാലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ? അല്ല, ഏതെങ്കിലും കൂടുതലായിട്ട് അയച്ചു കൊടുക്കുന്ന ലീഫിൻ്റെയും മറ്റേ അരത്തിൻ്റെയും കത്തികളാണ്. അരത്തിൻ്റെയാണ് കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണത്. കാരണം അവർ ചിലപ്പോൾ അവർ മുമ്പ് കാലങ്ങളിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടി താല്പര്യം. അല്ലേ, നമ്മളിവിടെ കാണിച്ചല്ലോ അരത്തിൻ്റെ ഒരു കുഞ്ഞു കത്തി, അതായത് ഏറ്റവും സ്റ്റാർട്ടിങ് കത്തി. അതെ, ഈ ഒരു കത്തി ആയിരുന്നാൽ കൂടി നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയുമോ കേരളത്തിൽ? ഞങ്ങൾ അതായത് നിങ്ങളുടെ കത്തി ഒന്ന് ഉപയോഗിച്ച് ഞങ്ങളുടെ കത്തി ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വില ആ ചെറുത് വണ്ടി 25 രൂപയാണ്. 25 രൂപയുടെ കത്തി ആവശ്യം ഇത് 25 രൂപയാണ്, ബ്ലേഡിൻ്റെ ആണ്. ഈ 25 രൂപയുടെ കത്തി ആവശ്യപ്പെട്ടാലും ഞങ്ങൾ ഇന്ത്യക്ക് കത്തി അവിടെ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതിപ്പോൾ ഒരു കത്തിയാണ് 25, അങ്ങനെയില്ല. അല്ല, നമ്മളെ കത്തികൾ ഒരെണ്ണമാണെങ്കിലും 10 ആണെങ്കിലും അതിൽ കൂടുതലാണെങ്കിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ഞങ്ങൾ അയക്കും. പിന്നെ അതിൽ ഇത്ര ഡിമാൻഡ് ഒന്നുമില്ല, ഇത്ര എണ്ണം അങ്ങനെയൊന്നുമില്ല. ഒരു വ്യക്തിക്ക് അതാണ് ആവശ്യം, അവർക്കത് വേണ്ടി ഞങ്ങൾ അയച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് കത്തികളും പൊതുവേ നമുക്ക് ആൾക്കാർക്ക് ആവശ്യം കൂടുതൽ വരുന്ന കത്തികളും അതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞുതരാം. അതിന്റെ അരത്തിന്റെ ഈ കത്തികളൊക്കെ തുടങ്ങാം. അരത്തിന്റെ ഏറ്റവും ചെറുത് കൊണ്ട് 100 രൂപയാണ് വരുന്നത്. ഇത് അതിൻ്റെ തൊട്ടടുത്ത വലുത് 150, അതിൻ്റെ തൊട്ടടുത്ത് വലുത് 200. അല്ലേ, പിന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടി വലുപ്പം ഉണ്ടാകുമ്പോൾ 220 വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തത് വലുത് 250, പിന്നെ 300-ൻ്റെയാണ് പിന്നെ ഉള്ളത്. അത് കഴിഞ്ഞാൽ 650-നാണ് കുറച്ച് കനവും വലുപ്പം കൂടും. അതുകൊണ്ട് 350-ന്റെ കത്തി ഏതാ കാണിച്ചത്? 350-ന്റെ 300-ന്റെ അതാണ്. ഇതെല്ലാം 300-ന്റെ. ഈ ഐറ്റങ്ങളൊക്കെ ഈ കാണുന്ന ഐറ്റം 300-ൻ്റെയാണ്. ഇത് 650. അതിന്റെ തന്നെ അരത്തിന്റെ കുറച്ചുകൂടി കനം കൂടിയത് ഹെവി ആയിട്ടുള്ളത് ഇത് 1000 രൂപ വരും. 1000 രൂപ. പിന്നെ അതിന് തന്നെ പിച്ചള കെട്ടിയതാണല്ലേ? എല്ലാം മാക്സിമം എല്ലാ അരത്തിലും പിച്ചള കെട്ടിയതാണ്. ഇതിന്റെ പിടി വരുന്നത് ഈട്ടിയാണോ? സാധാ ഈട്ടി. അരത്തിന്റെ കത്തി ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഈട്ടി മാത്രമേ ചെയ്യുള്ളൂ. അരത്തിന്റെ കത്തിയിൽ നമ്മൾ ഈട്ടിയാണ് മാത്രം ഉപയോഗിക്കും. അതുപോലെ എല്ലാത്തിനും പിച്ചള കെട്ടിയിരിക്കുകയും ചെയ്യും അല്ലേ? അല്ലേ, പിന്നെ അതിന്റെ കുറച്ചുകൂടി വലുതാകുമ്പോൾ കനം കൂടിയത് വലുതാകുമ്പോൾ 1500 വരും. 1500. പിന്നെ അതിന്റെ തന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റം എന്ന് പറയുന്നത് ഈ അകത്തുള്ള ഐറ്റങ്ങളൊക്കെയാണ്. അത് ഈ ജപ്പാനീസ് മോഡൽ, ഷെർബി മോഡൽ, തുർക്കി മോഡൽ, പിന്നെ ഈ കുക്കുറി കത്തികൾ, ഇതൊക്കെ ആണ് അതിൽ വരുന്നത്. ഇത് ജപ്പാനീസ് മോഡൽ ഷെഫ് നൈഫ് എന്ന് പറയും. ഇതിന്റെ വില കൊണ്ട് 2500 വരുന്നുണ്ട്. 2500 വരുന്നു എൻ്റെ വില. അതിന്റെ തന്നെ ഹെവി ആയിട്ടുള്ള ജപ്പാനീസ് മോഡൽ ഷെഫ് നൈഫിന്റെ ഹെവി ആയിട്ടുള്ളത് കൊണ്ട് 5000 രൂപ വരുന്നു. തിക്നെസ് ഒന്ന് കാണിക്കോ? ഇത്തിരി കനം വരുന്നതാണ് അല്ലേ? പക്ഷെ എന്താണ്, ഈ ഒരു കത്തി ഉണ്ടെങ്കിൽ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 75 വർഷം കൂടുതൽ നിൽക്കും. 75 വർഷം കൂടുതൽ നിൽക്കും, യാതൊരു സംശയം വേണ്ട. കാരണം ഈ കൊച്ചു കത്തി വന്നിട്ട് 17 വർഷം ഉപയോഗിച്ച് എനിക്കൂടെ കാണിച്ചു തന്നപ്പോൾ അപ്പോൾ ഈ കത്തി അതിൽ നിൽക്കണം എന്നുള്ള എൻ്റെ ധാരണ. 75 വർഷം അത് ഒരു കണക്കാണ്. അതാണ്, നിൽക്കും, അതിൽ കൂടുതൽ നിൽക്കും. ഒരു മനുഷ്യായുസ് തന്നെ നിൽക്കും. അങ്ങനെയല്ല, തലമുറകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ആ വ്യക്തിക്ക് മാത്രമല്ല, സാധനം നല്ലതാണെങ്കിൽ തലമുറകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വന്നിട്ട് എങ്ങനെ ചുരുങ്ങി ഒരു 100-150 വർഷം കഴിഞ്ഞാലും അതിലൊന്നും സംഭവിക്കില്ല. 150 വർഷം ഹെവിയാണ്. അല്ലേ, പിന്നെ അതേമാതിരി ഈ തുർക്കി മോഡൽ, അത് മൊത്തം പിച്ചളയാണോ വരുന്നത്? അത് പിടി, അതായത് ബ്ലേഡ്, ഈ വാളിനെയാണ് ഞങ്ങൾ ബ്ലേഡ് പറയുന്നത്.
ബ്ലേഡ് പറഞ്ഞാൽ ബ്ലേഡ് തന്നെ ആയിരിക്കും. അതേമാതിരി ലീഫ് ഓട്ടോൻ്റെ ലീഫ് പറഞ്ഞാൽ ഓട്ടോൻ്റെ ലീഫ് തന്നെ ആയിരിക്കും. അല്ല വണ്ടിയുടെ വലിയ ലീഫ് അത് തന്നെ ആയിരിക്കും. അരം പറഞ്ഞ അരം തന്നെയായിരിക്കും. ഈട്ടി പറഞ്ഞ ഈട്ടി ആയിരിക്കും. ബ്രാസ് പറഞ്ഞ ബ്രാസ് ആയിരിക്കും. അതായത് തൊഴിൽ മായം ചേർത്തില്ല. അല്ല, തൊഴിൽ മായം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. അല്ല, അത് ഒരിക്കലും ഇല്ല. കൂടിപ്പോയി 1 വർഷം നിൽക്കുക, അത് കഴിയുമ്പോൾ നമ്മൾ പൊളി. നമ്മളിപ്പോൾ എത്ര വർഷമായി നമ്മൾ ഇത് സ്ഥാപനം? ഞാനിപ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 54 വർഷമായി. 54 വർഷം. അതെ, നമ്മളെ കത്തികൾ അത്രയും ഉപയോഗം. ഞാൻ എക്സിബിഷൻ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷം കഴിഞ്ഞു. 40 വർഷം. അന്ന് തൊട്ട് ഞാൻ കേരളം മുഴുവനും പിന്നെ തമിഴ്നാട്, അത്യാവശ്യം കർണാടക, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയതാണ്. കുറച്ച് മുമ്പ് നമ്മുടെ ഇന്റർനാഷണൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അല്ല, പ്രഗതി മൈതാൻ പറഞ്ഞ സ്ഥലത്ത്. അത് വിദേശത്തിലെ 18 രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ഒരു എക്സിബിഷനാണ്. അപ്പോൾ അതിൽ ഞാൻ സർക്കാർ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് കുറേ വർഷം മുമ്പാണ്. അല്ല, നമ്മളെ കത്തികളെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മളെ കത്തികൾ അതുപോലെ ആൾക്കാർക്ക് ഉപയോഗിച്ചും നമ്മളെ ജോലിയിൽ മായം ചേർത്തിരുന്നതിൽ നമുക്ക് ഇത്രയും കാലം എന്തായാലും ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെ, കുക്കറി എന്ന് പറയും. നമ്മളെ ഗൂർഖ കത്തിയല്ലേ, അതിനാണ്. നല്ല തിക്നെസ് ആണല്ലേ? നല്ല തിക്ക. കാരണം അതിൽ അത്യാവശ്യം എല്ലാ ഉപയോഗത്തിനും അത് മതിയാവും. മരത്തിന്റെ പണികൾക്ക് വെട്ടാനോ മറ്റുള്ള കാര്യങ്ങളും എല്ലാറ്റിനും അത് അത്രയും ഹെവിയാണ്. അത്ര നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ഇത് 5000 രൂപ. 5000 രൂപയാണ്. എന്തായാലും ഇത് കാലങ്ങളോളം തലമുറകളൊക്കെ നിൽക്കുന്ന സാധനമാണ്. നമുക്ക് അത്യാവശ്യം മരം മുറിക്കാനും എല്ലാത്തിനും എടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും മരം കൂടുതൽ നമ്മൾ അരിയാവുന്ന കത്തികൾ വെയിറ്റ് കുറവായിരിക്കും. പക്ഷെ വെയിറ്റ് കൂടുന്നതോറും അതിൻ്റെതായിട്ടുള്ള കപ്പാസിറ്റി കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഉപയോഗം ചെയ്യാം, പണി ചെയ്യാം. കാരണം മരം വെട്ടാനോ മറ്റുള്ള എന്തെങ്കിലും വെട്ടാനൊക്കെ ചെയ്യാം. അത്ര ഇത് ഹെവിയാണ്. പിന്നെ വെട്ടുകത്തി എന്ന് പറയുന്നത് വെട്ടുകത്തി ഇപ്പം ഈ മരം വെട്ടുന്ന ഈ പണിക്കാരുണ്ടല്ലോ, അവരുപയോഗിക്കണത് വെട്ടുപണി പറയും. ഏകദേശം 2 കിലോളം തൂക്കം വരും. 2 കിലോ തൂക്കം വരും. ലീഫിന്റെ. അതിന് എത്ര വില വരും? ഇത് 2500. 2000 രൂപയാണ്. 2500. അതിൽ തന്നെ ചെറിയ ഐറ്റം ആകുമ്പോൾ ഏറ്റവും ചെറു നല്ലതായിട്ടുള്ള ഐറ്റമാണ്. ഇത് വണ്ടി 800 രൂപ വില. 800 രൂപയാണ്. 800. നല്ലത് 800 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. 800. അത്യാവശ്യം എത്ര വെയിറ്റ് വരും? ഇതൊരു 550 ഗ്രാം വരും. 550 ഗ്രാം വരും. ഇത് 1500 വരും. 1500. അതൊരു ഏകദേശം 1 കിലോ താഴെ തൂക്കം വരുന്നത്. ലീഫിന്റെ മാത്രം. പിന്നെ കളർ വ്യത്യാസം വരുന്നത് അത് ഞങ്ങൾ പപ്പിംഗ് ചെയ്യാം. കാരണം ജനങ്ങൾക്ക് ഇത് കൊണ്ട് നാച്ചുറൽ ആയിട്ട് ടെമ്പറിങ് കളറാണ്. ഇത് പപ്പിംഗ് ചെയ്താണ്. അത് എമരി പപ്പിംഗ് ചെയ്യാൻ പറയും. അത് ജനങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത്തിരി ഭംഗി വേണമെന്നുണ്ടാവും. പോളിഷ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് കൊടുക്കും. അതിന് പ്രൈസ് എന്തെങ്കിലും വ്യത്യാസം വരുന്നില്ല? ഒരു വ്യത്യാസമില്ല. മറ്റേ ക്വാളിറ്റിയിൽ വ്യത്യാസം വരില്ല. അവർ കളർ ചേഞ്ച് മാത്രം അത്രേ ഉള്ളൂ. പിന്നെ അത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഷോപ്പറൊക്കെ ഉണ്ടല്ലോ, ഇറച്ചി ഇതൊക്കെ വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന ചോപ്പറാണ്. അതിനൊക്കെ എങ്ങനെ പ്രൈസ് വരും? ഇത് വന്നിട്ട് 1500 പേരുണ്ട്, 2000 പേരുണ്ട്, അങ്ങനെയൊക്കെ. അതിൻ്റെ വർക്കിനനുസരിച്ചാണ്. അതിനകത്തുള്ളതാകുമ്പോൾ കുറച്ച് പൈസ കൂടുന്നുണ്ട്. കാരണം ഒരു പിച്ചള കെട്ടി അതിൻ്റെ ഒക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് പൈസയുടെ മാറ്റം വരുന്നത്. അല്ല, ഹാൻഡ് മെയ്ഡ് അല്ലാത്ത നോർമലി ആയിട്ട് ചെയ്യുന്നതൊക്കെ ഒരു നോർമൽ പ്രൈസുള്ളൂ. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇത്തിരി ഇതെല്ലാം മടക്ക് കത്തിയാണ്. ഇത് സിമ്പിളായിട്ടുള്ള അല്പം കനം കുറവായിരിക്കും. മടക്കി അകത്തോട്ട് വെക്കാവുന്നതാണ്. ഈ മടക്കത്തികൾ വരുന്നത് അരത്തിലാണ്. അരത്തിലുണ്ട്, ലീഫിലുണ്ട്, രണ്ടുണ്ട്. ഈ രണ്ട് മാത്രമേ എടുക്കുള്ളൂ. ഒന്ന് അരം, ലീഫ്. ഇതിലാണ് ഉപയോഗിക്കണം. ഈ സ്റ്റാർട്ടിങ് മടക്കത്തികൾ വരുമ്പോൾ സ്റ്റാർട്ടിങ് വന്നിട്ട് ഇത് 300 വരുന്നുണ്ട്. 300 വരുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇത് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ മാറ്റം, വർക്കിൽ മാറ്റം വരുമ്പോൾ ഇത് 1000 രൂപ. 1000 രൂപ. ഇപ്പം അതിൽ കൂടുതലുള്ള ആയിട്ടുണ്ട്. ഏകദേശം ഒരു 6000-7000 വരെയുള്ള മടക്കത്തി ഉണ്ട്. രുദ്രാക്ഷം കിട്ടിയത് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ ഉണ്ട്. രുദ്രാക്ഷത്തിൻ്റെ മടക്കാത്താണത് അത്. അതില്ലേ, പിന്നെ മടക്ക് വരുന്നത് അതാണ്. രുദ്രാക്ഷത്തിൻ്റെ മടക്ക് കത്തിയിട്ടാണ്. പല സൈസിൽ ഉണ്ടല്ലേ? ഇതെല്ലാം രുദ്രാക്ഷത്തിൻ്റെ കെട്ടുകളാണ്. രുദ്രാക്ഷം മാത്രമല്ല, ഇത് വന്നിട്ട് കനവള്ളിയാണ്. നമ്മൾ എത്രത്തോളം കൈ ഉപയോഗിക്കണോ അത്രത്തോളം തിളക്കം കൂടി വരും. കനവള്ളി പറയാം. അതായത് വെള്ളിയുടെ ഒരു സെക്കൻഡ് ക്വാളിറ്റി. അതായത് പണ്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും ഒരു മടക്കത്തി വെറ്റില
ചെല്ലത്തിലും ഈ മടിയിലൊക്കെ വെച്ച് നടക്കണം. അതൊക്കെ കാലങ്ങളോളം നിൽക്കുന്നുണ്ട്. ഈ ഒരു മടക്ക് കത്തി എങ്ങനെ ചുരുങ്ങി ഒരു 10-75 വർഷം നിൽക്കുന്നത് സുഖമായിട്ട് നിൽക്കും. കാരണം പണ്ടുള്ള കാരന്മാരുടെ കത്തികളൊക്കെ ഇപ്പം ഞങ്ങളുടെ മുത്തച്ഛന്മാരും അച്ഛന്മാരും കൊടുത്ത കത്തികൾക്ക് നേരാക്കാൻ വരുന്നുണ്ട്, ശരിയാക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ പറയേണ്ടത് 53 വർഷമായി, 73 വർഷമായി, 75 വർഷമൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്ര ഈട് നിൽക്കുന്ന ഐറ്റങ്ങളാണ് ഈ മടക്കത്തി. അതൊക്കെ മുഴുവൻ കൈ കൊണ്ട് മാത്രമേ ചെയ്തെടുക്കാൻ പണിയാണ്. ഇത് മെഷീനിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡ് എന്ന് പറയും. 3000 വരുന്നുണ്ട്. 3000 വരുന്നുണ്ട്. 3000 തൊട്ട് ഈ വലിയ കത്തികൾ വരുമ്പോൾ ഏറ്റവും മാക്സിമം വരുന്നതോ ഒരു 6000 വരെയുണ്ട്. 6000 വരെയുള്ള കത്തികൾ. 6000 വരെ മടക്ക് കത്തികൾ. മടക്ക് കത്തി. അതെ. ഓക്കെ. നമുക്ക് കുറച്ച് വെട്ടുകത്തികൾ, അതായത് പല ഉപയോഗങ്ങൾക്കുള്ള വെട്ടുകത്തികൾ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ വെട്ടുകത്തി പറഞ്ഞാൽ കൂടുതലും ഇത് ഈ ചുണ്ടുള്ള ഐറ്റം ഉണ്ട്. ഈ ചുണ്ട് വളഞ്ഞ് ഇത് വന്നിട്ട് നമ്മുടെ എസ്റ്റേറ്റ് കൂടുതൽ ഏരിയ ഉണ്ടല്ലോ, ഹൈ റേഞ്ച് ഏരിയ ഉണ്ടല്ലോ, വയനാട്, ഇടുക്കി മറ്റുള്ള ഭാഗങ്ങളിലാണ് ഈ ഐറ്റമൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. കവാത്ത് എന്ന് പറയും. കവാത്ത് കത്തി എന്ന് പറയും. അത് ലീഫിന്റെ ഉള്ള സാധനമാണ്. നല്ല മാക്സിമം വെയിറ്റ് ഉണ്ട്. അതിന്റെ വില എങ്ങനെ വരും? ഇതിന്റെ വില വന്നിട്ട് 1600 ആണ്. 1600. പിന്നെ അതിന്റെ തൊട്ടടുത്ത് വലുതാകുമ്പോൾ 1800 വരും. 1800 അങ്ങനെ വരും. പിന്നെ വലിപ്പത്തിന്റെയും വർക്കിന്റെയും ചില ഐറ്റങ്ങളിൽ കുറച്ച് ആർട്ട് വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യപ്പെട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് കൂടി അതിൽ ചേർത്ത് അത്രേ ഉള്ളൂ. പിന്നെ അതേമാതിരി ഇതായി തോട്ടിയുടെ അറ്റത്ത് കെട്ടാവുന്ന ഈ ചക്ക, മാങ്ങ, തേങ്ങ, മുരിങ്ങ, പപ്പായ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വരിക്കാനുള്ള കൊക്കികൾ, തോട്ടി കൊക്കിയെന്ന് അരുവ തോട്ടി പറയും. അതാണത്. അതിനെങ്ങനെ വരും പ്രൈസ്? ഇത് വന്നിട്ട് 600 വരും. ഇത് KSEB-കാർ ഉപയോഗിക്കുന്ന സാധനം. അത്രയും ഹെവിയാണ്. 600 ആണ് അതിന്റെ പ്രൈസ്. അതിന്റെ ഏറ്റവും ചെറുത് അവിടെയുണ്ട്, താഴെയുണ്ട്. അത് വന്നിട്ട് 60 രൂപ വരും. ഏറ്റവും ചെറുത് ഇതല്ലേ? 60 രൂപ. 60 രൂപ വരും. പിന്നെ 60, 120. അത് ലീഫിലാണല്ലോ വരുന്നത്. സൈസ് മാത്രം വ്യത്യാസം വരുന്നു. ലീഫിൻ്റെയാണ്. ഇത് കൂടുതൽ നമ്മുടെ ഈ തമിഴ്നാട് ഭാഗത്തുള്ള ആൾക്കാർ ഈ ചുണ്ട് ഇത്രയും ചുണ്ടുള്ള ഉപയോഗിക്കണത്. പിന്നെ ഇതിൽ തന്നെ അല്പം. അത് എത്ര വില വരും കയ്യിലിരിക്കുന്നത്? ഇത് വേണ്ട 1000 രൂപ. 1000 രൂപ. ഈ പോളിഷ് ചെയ്ത് പഫ് ചെയ്ത് എടുത്തതായിരുന്നു. അല്ല, 1000 വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഇത് 1500 വരുന്നുണ്ട്. അത് ഇത്തിരി കനത്തിനും വലുപ്പത്തിലൊക്കെ വ്യത്യാസമുള്ളതാണ് അല്ലേ. പിന്നെ നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം ഭാഗത്ത് ഉപയോഗിക്കുന്ന കത്താള് പറയും. അതെ. അതിനെങ്ങനെ വില വരും? ഇത് 1600 ഉണ്ട്, 1800 ഉണ്ട്. 1600, 1800 ഉണ്ട്. ഇതിന് വെയിറ്റ് എങ്ങനെ വരുന്നുണ്ട്? വെയിറ്റ് ഒരു 750 ഗ്രാം ഇത് വരും. മറ്റത് വെയിറ്റ് കൂടിയത് വന്നിട്ട് 900 ഗ്രാം, 1 കിലോ താഴെ അതുണ്ട്. പിന്നെ അതേമാതിരി ഇറച്ചി, മീനൊക്കെ വെട്ടാനുള്ള കടകൾക്കുള്ള ഐറ്റങ്ങളൊക്കെയാണ്. ഈ ബീഫ് ഫോർക്ക് മറ്റുള്ളതൊക്കെ പണി ചെയ്യണ്ടല്ലോ കടക്കാർ, അവർക്കുള്ള കത്തി. അതൊക്കെ ലീഫിൽ സാക്ഷാ ലീഫിൽ മാത്രം കുറച്ച് ഹെവി ആണല്ലേ? ഇതൊരു 1.25 കിലോ വെയിറ്റ് വരും. അതിനെങ്ങനെ പ്രൈസ് വരും? ഇത് കൊണ്ട് 2000 വരുന്നുണ്ട്. 2000. അതിൻ്റെ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതാകുമ്പം ചെറുത് വന്നിട്ട് 650 രൂപ വരുന്നുണ്ട്. 650. അതെ. പിന്നെ അതിൻ്റെ തന്നെ മരത്തിൻ്റെ പിടിയും മറ്റുള്ളതൊക്കെ ഇട്ടിട്ടുള്ള ഐറ്റങ്ങളാണ്. ഇതൊരു 1500, 1600 ആ റേഞ്ചിലേക്കാണ് ഇത് വരെ. ഈ പിടിയൊക്കെ വീട്ടിൻ്റെ പിടിയും മറ്റുള്ളതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, മരത്തിൻ്റെ പിടിയാണ്. പിന്നെ അതേമാതിരി അരിവാറ്, ഇത് പാലക്കാട് മോഡലാണ്. പാലക്കാട് അരിവാണ് ഞങ്ങളുടെ ഈ മോഡൽ, ഇവിടുത്തെ മോഡലാണ്. ഇത് കൂടുതൽ ഇവിടുത്തെ മാത്രം ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വേണ്ട 350, 550 അല്ലേ. അത് ഈ പുല്ല് വെട്ടാനും അങ്ങനെയുള്ള ഇവിടെ എല്ലാം ഈ മറ്റേ പുല്ല് അരിയണതും പിന്നെ നമ്മുടെ കൊയ്ത്ത് അതൊക്കെ ഈ സാധനങ്ങൾ ഉപയോഗിക്കണം. ഇത് അരിവാളാണ്. ഒരു അരിവാളിന്റെ വേറെ ഷേപ്പാണ്. വേറെ നമ്മുടെ ഈ ഭാഗത്ത് തെക്കോട്ട് കായംകുളം ആ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രൈസ് എങ്ങനെ വരും? ഇത് കണ്ട് 650. അതിന്റെ കുറച്ചുകൂടി ഹെവി ആകുമ്പോൾ ഇതൊരു 1200 വരുന്നുണ്ട്. 1200 വരുന്നത് ഹെവിയാണ്, പിന്നെ ഇത് നമ്മുടെ കോട്ടയം, തിരുവനന്തപുരം, പിന്നെ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ ഈ അരിവാള ഇത് 650. പിന്നെ ഇത് നമ്മുടെ ഈ മലബാർ ഏരിയയിൽ ഉപയോഗിക്കുന്ന അരിവാളാണ്. ഓക്കെ. ഇത് എങ്ങനെ വരും? ഇത് 300 രൂപയാണ്. 300 ഇതിൽ തന്നെ വലുതുണ്ട്. അത് വന്നിട്ട് 650 ആണ്. പക്ഷേ സാധനം ഇപ്പോൾ സ്റ്റോക്കില്ല, കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ മടക്ക് കത്തിയിൽ ഒന്ന് പറയുന്നത് ചെറിയൊരു ഐറ്റം, ഏറ്റവും ചെറിയ കീ ചെയിനായിട്ട് നമ്മുടെ വണ്ടി ചാവിയൊക്കെ കോർത്തിട്ട് നടക്കാനുള്ളതാണ്. പിച്ചള പിടി, ലീഫിൻ്റെ ബ്ലേഡ്, അങ്ങനെ ഇത്രയുള്ളൂ. ഓക്കെ. വളരെ കുഞ്ഞൊരു മടക്ക് കത്തി. അതിനെങ്ങനെ വില വരും? 150 രൂപ. 150 രൂപയാണ് അല്ലേ ഇതിന് വരുന്നത്? ഓക്കെ. ഈ ചോപ്പറാണ്, ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ്, അതുകൊണ്ട് കുറച്ച് വിലയുടെ നല്ല വില. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അതിന്റെ തിക്നെസ് ഒന്ന് തിരിച്ചേട്ടാ ഒന്ന് നോക്കട്ടെ. ഇത്രയും കനം വരുന്ന കത്തിയാണ് അല്ലേ? ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ്. അതിന് എത്ര പ്രൈസ് വരും? ഇത് 12,000 രൂപ. അല്ല, അത് കാണുമ്പോൾ അതിനാൽ അതുണ്ട്. ഇതൊക്കെ ഒരു 500 വർഷം കഴിഞ്ഞാലും പോകത്തില്ല. അതെ, അത്രയ്ക്ക് തിക്നെസ്സും കാര്യങ്ങളും ഉണ്ട്. ഉണ്ടാവും. ഓക്കെ.
മടക്കത്തിരി ഏറ്റവും വലുതാണ് ഉള്ളത്. മടക്കത്തീര ഏറ്റവും വലുതല്ലേ? ഏറ്റവും ഹെവി ടൈപ്പ്. ഓക്കെ. അത്യാവശ്യം കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു മടക്കത്തി. എല്ലാറ്റും ഉപയോഗിക്കാം, മടക്കാവുന്ന. ഓക്കെ. അതെങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ്? ഇത് 8,000 രൂപ. ഇതൊക്കെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ 100 കൊല്ലത്തോളം നമുക്ക് അതിലും കൂടുതൽ നിൽക്കുന്ന കത്തികളാണ്. ഇപ്പോൾ കത്തിയുടെ പ്രൈസ് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മളെ നാട്ടിലും കിട്ടാറുണ്ടല്ലോ കത്തികൾ, കത്തിക്ക് 25 രൂപ 30 രൂപയ്ക്ക് കത്തി കിട്ടാറുണ്ട്. പക്ഷേ അത് ജനങ്ങളത് ഉപയോഗിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യം മനസ്സിലാവും. അല്ല, കത്തിയെക്കുറിച്ച് ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പോൾ ഓയിൽ ടെമ്പർ ഉണ്ട്. ചില പുതുതായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ വില കൂടുതലെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടാവും. പക്ഷെ അവർ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നത് കൊടുത്തത് പോരാന്ന് തോന്നും. അതെ. അല്ല, അങ്ങനെയാണല്ലോ ഒത്തിരി പേര് പാലക്കാട്ടേക്ക് കത്തി വാങ്ങാനായിട്ട് തന്നെ വരുന്നത്. അത് അവർ പിന്നെ മാത്രമല്ല അവർ വേണ്ടപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇവർ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനം നിന്ന് പോകുന്നത്. കാരണം ഒരു കത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ 17 വർഷം 50 വർഷം 25 വർഷം 30 വർഷം ഉപയോഗിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ അത് മാറുള്ളൂ അല്ലേ? പക്ഷേ അപ്പം ഞങ്ങളുടെ കാര്യം അത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വേറെ വാങ്ങിച്ചു. ഈ ആനപ്പന്മാർ കൂടുതലും അവരുടെ ആവശ്യങ്ങൾക്കുള്ള ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള പട്ടത്തണ്ട് വെട്ടാനും മറ്റുള്ള എല്ലാം വെട്ടാനും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആനക്കത്തി എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ ജോലികളും അതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഹാൻഡ് ആയിട്ട് വേണം. നല്ല വെയിറ്റ് ഉള്ളത്. കരവള്ളി കാളയുടെ കൊമ്പും കരവള്ളി കെട്ടുങ്ങനിക്കാണ് പിച്ചളുടെ കെട്ടുങ്ങനിക്കായി കൊടുത്തിട്ടുള്ളതാണ്. കാളക്കൊമ്പാണ്. ഇത് കാളക്കൊമ്പ്. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നുണ്ട്? ഇത് പ്രൈസ് കൊണ്ട് ചെറുത് കൊണ്ട് 4,000 രൂപൻ്റെ, ഇത് കൊണ്ട് ഒരു 6,000 രൂപൻ്റെ, ഇതൊരു 8,000 രൂപൻ്റെ. പിന്നെ അത് ഈ വർക്കിൻ്റെ ഇതിലാണ് വിലയുടെ മാറ്റങ്ങളൊക്കെ. ഈ രുദ്രാക്ഷത്തിൻ്റെ കെട്ടുള്ളതാണ്. രുദ്രാക്ഷത്തിൻ്റെ പിടിയാണ്. ബ്ലേഡ് കൊണ്ട് അരത്തിൻ്റെയാണ്, അലകാരത്തിൻ്റെയും പിടി കൊണ്ട് രുദ്രാക്ഷം പിച്ചളക്കെട്ടുമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ. ഇതെങ്ങനെ വരുന്നുണ്ട്? ഇത് 2,000 രൂപൻ്റെ, ഇത് രണ്ടും 3,000 രൂപ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഈ 10 ഇഞ്ച് അരം വരുന്ന ഇതിൻ്റെ ഫുൾ കത്തിയാണത്. ഇത്രയും തിക്നെസ് വരുന്നതാണ്. കാണുന്ന ബ്ലേഡിൻ്റെ കത്തികളാണ്. അതിൽ ഏറ്റവും ചെറുത് കൊണ്ട് 25 രൂപൻ്റെ. 25. പിന്നെ അത് കൊടുത്ത് അതിൻ്റെ അടുത്ത വലുത് കൊണ്ട് 50 രൂപൻ്റെ. 50. അതിൻ്റെ അടുത്ത വലുത് കൊണ്ട് 80 രൂപൻ്റെ. അല്ലേ? പിന്നെ ഏറ്റവും കൂടുതലാണ് വലുതാണ് 200 രൂപ വരുന്നത്. അതിൽ കൂടാതെ ഒരു 150 രൂപയുടെ കത്തിയുണ്ട്. 150 രൂപ വരും. 150. അത് ഈ പിച്ചളുടെ കെട്ടും ഈട്ടിയുടെ പിടിയൊക്കെ കൊടുത്തിട്ടുള്ള അതുകൂടിയാണ്. അത് അരത്തിൻ്റെ അല്ലേ? അല്ല, ബ്ലേഡാണ്. പോളിഷ് ചെയ്തതാണ്. അല്ലേ? അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ ലീഫിൻ്റെ ഈ കത്തികളാണ് നമുക്ക് പൊതുവെ മാർക്കറ്റിൽ കിട്ടാറുള്ളത്. മാർക്കറ്റിൽ കിട്ടും. പക്ഷേ മാർക്കറ്റിൽ കിട്ടും പറഞ്ഞാൽ ഇത്രയും ഷാർപ്പായിട്ടുള്ള കത്തികൾ മാർക്കറ്റിൽ കിട്ടില്ല. നമ്മളോട് ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യണം, തേച്ച് മാത്രം ഉപയോഗിക്കാം. അല്ലേ? ചിലപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഗ്രൈൻഡിങ് ചെയ്യണം. അതിൽ അങ്ങനെയുള്ളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ വേണ്ട, വെറുതെ തേച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അരത്തിൻ്റെ കത്തിയാണ് കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് കൂടുതൽ ചിലവ് അത് തന്നെയാണ്, അരത്തിൻ്റെയാണ്. അതിൻ്റെ അരത്തിൻ്റെ കത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഞങ്ങളുടെ എത്ര ചെറിയ കത്തിയാണെങ്കിലും ഇപ്പോൾ ഉള്ളതിൽ അരത്തിൻ്റെ ഏറ്റവും വലുതാണിത്, ഏറ്റവും ചെറുതാണത്. ഈ ചെറുതാണെങ്കിലും ഇതിൻ്റെ അറ്റം വരയ്ക്കുള്ള റാഡാണ്. പിടി വരയ്ക്കും. കാരണം അപ്പോൾ പിടിക്ക് ബാധിക്കില്ല. പിടി ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇളകിപ്പോയാൽ മറ്റൊന്നും ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ എല്ലാ കത്തികളും ഫുൾ ടാങ്കാണ്. അല്ലേ? അതുണ്ടാവും. അതിന് പ്രൈസ് ഇപ്പോൾ ഇതിപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ഏറ്റവും ചെറുത് കൊണ്ട് 100 രൂപയാണ് അതിൻ്റെ വില. 100 രൂപ. അല്ലേ? അതിൻ്റെ അടുത്ത വലുതാകുമ്പോൾ 150 രൂപൻ്റെ കുറച്ചുകൂടി വലുത്. അല്ലേ? അതിൻ്റെ അടുത്ത വീണ്ടും കുറച്ച് വലുതാകുമ്പോൾ 200 രൂപൻ്റെ. 200 അല്ലേ? ഓക്കെ. പിന്നെ അതിൻ്റെ അടുത്ത വലുത് 220 വരുന്നുണ്ട്. 220 അല്ലേ? അരത്തിൻ്റെ. പിന്നെ അതിൻ്റെ അടുത്ത വലുതാണ് 250. 250 അതിൻ്റെ വില. അത് പിച്ചള കെട്ടിയതായിരുന്നാലും 250 തന്നെ. അതെ. പിന്നെ അതിൻ്റെ അടുത്ത് കൊണ്ട് 300-ൻ്റെയാണ്. 300 പിന്നെ അതിൻ്റെ അടുത്ത വലുതാണ് 650 രൂപ. 650 ഹെവിയാണ്, കുറച്ചുകൂടി കനം വീതിയുള്ളതാണ്. പിന്നെ കുറച്ചുകൂടി കട്ടി കൂടിയ അരത്തിൻ്റെ 10 ഇഞ്ച് അരത്തിൻ്റെ ഫുൾ കത്തിയാണത്. ഇത് വന്നിട്ട് 1000 രൂപൻ്റെ. 1000 രൂപ. ഏകദേശം ഒരു 75 വർഷം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് തീർച്ചയാണ്. അതെ. പിന്നെ ഏറ്റവും അതിൻ്റെ കുറച്ചുകൂടി വലുതാകുമ്പോൾ 1500 വരുന്നുണ്ട്. 1500 അല്ലേ? പിന്നെ അരത്തിൻ്റെ കത്തിയിൽ ഇപ്പോൾ ഏറ്റവും വലുത് ഹെവി എന്ന് പറയുന്നത് ഇതാണുള്ളത്. ഇതാണ് ഇതിൻ്റെ കനം കൊണ്ട് ഈ മറ്റുള്ള അരങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധാരണയായിട്ട് എപ്പോഴും കിട്ടാവുന്നതാണ്. പക്ഷേ ഇത് റയർ പീസാണ്. പലതും ഞങ്ങൾക്ക് മറ്റേ പാർസൽ വരുമ്പോൾ കുറച്ചെണ്ണം ഒരു 5-10 പീസുകളൊക്കെ അങ്ങനെ വരും. ഇതാണല്ലേ ഏറ്റവും വലുത്. ഇത് എത്രയാന്ന് പറഞ്ഞത്? ഇത് 3000 രൂപ. കാരണം ഈ അരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ അരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലുത് വരുന്നത് അരത്തിൻ്റെ ഏറ്റവും വലുത്. തെങ്ങ് ചെത്തുകാർക്കുള്ള കത്തിയാണ്. ഇത് 2 ഐറ്റം. ഓക്കെ. ഇത് ലീഫിൻ്റെയാണ്.
എത്ര വരും ഇതിന് വില? ഇത് ചെറുത് കൊണ്ട് 2500, 2500, വലുത് 3000. 3000 അല്ലേ? 3000. ഇതും അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ ചെയ്തത്? അതൊക്കെ അയാളുടെ ചെറുപ്പകാലങ്ങൾ ഇത് വാങ്ങിച്ച അയാളുടെ ജീവിതാവസാനം വരെ ആ കത്തി മതി. ഒരൊറ്റ കത്തി ഒരു കത്തി മതി. തൊഴിൽ ചെയ്യാൻ ഒരൊറ്റ കത്തി. പിന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള ഒരുവിധം പറ്റാവുന്ന ഐറ്റങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ചില മറ്റാൾക്കാർക്ക് യൂട്യൂബിലും മറ്റും എന്തെങ്കിലും കണ്ടിട്ട് മറ്റേ നെറ്റിലൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ വിട്ട് തരും, ഇതേമാതിരി ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞങ്ങൾക്കൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലീഗലിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന സംഭവമാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാം. പലർക്കും പല കത്തികളായിരിക്കും ആവശ്യം വരുന്നത്. അപ്പോൾ അവർക്ക് കൈക്കിണങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. അത് പിന്നെ ഈ വടിവാള് കൊടുവാളെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല, അതൊന്നും ചെയ്യില്ല, അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യില്ല. അതെ, അത് തീർത്ത് പറയാം. അല്ല, ഞങ്ങൾക്ക് അതാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഉള്ളിൽ നിൽക്കണം, ഞങ്ങൾ ചെയ്യാറുള്ളൂ. അതുപോലെ മറ്റൊരു രീതി ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം പറയണം, ഞങ്ങളുടെ ഈ പാലക്കാട് പല്ലസന എന്ന് പറഞ്ഞ സ്ഥലത്താണ് വില്ലേജ് ഓഫീസ് ഉണ്ട്. പല്ലസന വില്ലേജ് ഒന്നേ ഉള്ളൂ. അല്ലേ, ഈ വില്ലേജ് ഓഫീസിന് തൊട്ട് മുമ്പിലാണ് ഞങ്ങളുടെ ഷോപ്പുള്ളത്. അല്ലേ, തൊട്ട് പുറകിൽ ഞങ്ങളുടെ പണിയും ഞങ്ങളുടെ വീടൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ കേരളത്തിലിപ്പോൾ പല ഭാഗത്തും ഞങ്ങൾ എക്സിബിഷൻ നടത്തിയപ്പോൾ പല ഭാഗത്തും പല ആൾക്കാരും എൻ്റെ ബാനർ വെച്ചിട്ട് പാലക്കാട് രാമേന്ദ്ര കത്തി കൊണ്ട് ഒരുപാടുണ്ട്. അത് യഥാർത്ഥമല്ല. അല്ലേ, യഥാർത്ഥം രാമേന്ദ്ര കത്തി വേണ്ട ആൾക്കാർ പല്ലസനയിൽ വരണം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രാമേന്ദ്രൻ. അപ്പോൾ രാമേന്ദ്രൻ ഉണ്ടാക്കുന്ന രാമേന്ദ്രൻ കത്തികൾ വേണമെങ്കിൽ പല്ലസനത്തിൽ വരണം. അതല്ലെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിൽ അയച്ചു കൊടുക്കും. അതായത് കൊറിയറും പോസ്റ്റലായിട്ട് അയക്കുന്നുണ്ട്, തപാലായിട്ട് അയക്കുന്നുണ്ട്. അതായത് ചേട്ടന്റെ പേര് ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത കത്തികൾ അവരെയൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. അതിൽ ബുദ്ധിമുട്ട് മറ്റുള്ള വിഷമങ്ങൾ ബാധിക്കണം ഞങ്ങൾക്ക്. അതെ, നമ്മളെ പേരിനാണ് ഞങ്ങൾക്ക് തടയാൻ പറ്റും, ഞങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. അല്ല, പറ്റാത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നടക്കും.